നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ദുബായിലെ ICC ചാമ്പ്യൻസ് ട്രോഫിയുടെ സെമി ഫൈനൽ മത്സരത്തിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. മത്സരത്തിൻ്റെ ആദ്യ ഇന്നിങ്സ് കഴിഞ്ഞു. ഓസ്ട്രേലിയയുടെ ഇന്നിങ്സ് കഴിയുമ്പോൾ അവർ 264 റൺസിന് ഓൾ ഔട്ടായിരിക്കുന്നു. അവസാന ഓവറിൽ 3 പന്തുകൾ ശേഷിക്കെയാണ് അവർ ഓൾ ഔട്ടായിരിക്കുന്നത്. ദുബായിലെ പിച്ചിൽ ഈ സ്കോർ ഒരു ഭേദപ്പെട്ട സ്കോറാണ്, മോശം സ്കോറല്ല. എന്നാൽ ഒരു മാച്ച് വിന്നിംഗ് സ്കോർ എന്ന് ഉറപ്പിച്ച് പറയാനും പറ്റില്ല. അങ്ങനെയുള്ള ഒരു 50-50 രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്ന ഒരു സ്കോറാണ് അവർ നേടിയിരിക്കുന്നത്. 264 റൺസ്. അതിൽ പ്രധാനപ്പെട്ട സംഭാവന വന്നത് സ്റ്റീവ് സ്മിത്തിൽ നിന്നും അതുപോലെ അലക്സ് ക്യാരിയിൽ നിന്നുമാണ്. എടുത്തു പറയേണ്ട ഇന്നിങ്സ് അലക്സ് ക്യാരിയുടെ തന്നെയാണ്. സ്റ്റീവ് സ്മിത്ത് അദ്ദേഹത്തിന് ഒരൽപ്പം ഭാഗ്യത്തിൻ്റെ അകമ്പടി കൂടി ഉണ്ടായിരുന്നു. അക്സർ പട്ടേലിൻ്റെ ആ ബോള് സ്റ്റമ്പിലേക്ക് കൊണ്ടതും ബെയിൽ ഇളകാതെ രക്ഷപ്പെട്ടതും ഷമിയുടെ പന്തിൽ റിട്ടേൺ ക്യാച്ച് ഡ്രോപ്പ് ആയതുമൊക്കെ സ്മിത്തിനെ സഹായിച്ചു. അദ്ദേഹം അത് ഒഴിവാക്കിയാൽ മേച്ച് രൂപത്തിൽ തന്നെ കളിച്ചു. 96 പന്തുകളിൽ നിന്ന് 73 റൺസ്, 4 ഫോറും ഒരു സിക്സറും അടക്കം അദ്ദേഹം നേടിയിരുന്നു. ഇന്ന് അവർക്ക് വേണ്ടി ഓപ്പൺ ചെയ്യാനെത്തിയ കനോലി ഡെക്കായിട്ട് പോകുന്ന കാഴ്ച. 9 പന്തിൽ നിന്നിട്ട് അദ്ദേഹം ഒരു റണ്ണും എടുക്കാതെ മടങ്ങി. ഷമിയുടെ പന്തിൽ KL രാഹുൽ പിടിച്ചാണ് മടങ്ങിയത്. അതേസമയം മറുഭാഗത്ത് ഓപ്പൺ ചെയ്ത ട്രാവിസ് ഹെഡ് മികച്ച രൂപത്തിൽ തന്നെയാണ് കാര്യങ്ങൾ കൊണ്ടുപോയത്. 33 പന്തിൽ 5 ഫോറും 2 സിക്സും അടക്കം 39 റൺസ് അടിച്ചു. ഒടുവിൽ വരുൺ ചക്രവർത്തിയുടെ പന്തിൽ ശുഭ്മൻ ഗില്ല് പിടിച്ചാണ് പുറത്തായത്. സ്മിത്തിന് കൂട്ടായിട്ട് ലബുഷൈൻ 36 പന്തിൽ 29 റൺസായിരുന്നു അദ്ദേഹത്തിൻ്റെ സംഭാവന. രവീന്ദ്ര ജഡേജ ലബുഷൈനെ LBWയിൽ കുരുക്കി മടക്കി. ഇംഗ്ലീഷിന് വലിയ സംഭാവന നൽകാൻ പറ്റിയില്ല. 12 പന്തിൽ 11 റൺസാണ് എടുത്തത്. രവീന്ദ്ര ജഡേജ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വിക്കറ്റും എടുത്തത്. പിന്നെ അലക്സ് ക്യാരി മനോഹരമായിട്ടാണ് കളിച്ചുകൊണ്ടിരുന്നത്. അത് നമ്മൾ എടുത്തു പറയണം. അദ്ദേഹം തന്നെയാണ് അവരുടെ സ്കോർ ഈ രൂപത്തിലേക്ക് എത്തിച്ചത് എന്നും പറയണം. സ്മിത്ത് 96 പന്തിൽ നിന്ന് 73 റൺസ് എടുത്തു. ഷമിയെ സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് അടിക്കാനുള്ള ശ്രമം ഒരു ഫുൾ ടോസിൽ സ്റ്റംപ് ഇളകുകയായിരുന്നു. എന്നാൽ അലക്സ് ക്യാരി ഒരു ഭാഗത്ത് നിന്നു. മറുഭാഗത്ത് ഗ്ലെൻ മാക്സ്വെൽ അക്സർ പട്ടേൽ ഒരു സിക്സറൊക്കെ പറത്തി തൊട്ടടുത്ത പന്തിൽ തന്നെ ബൗൾഡാക്കി അങ്ങ് വിട്ടു. 5 പന്തിൽ 7 റൺസാണ് ഗ്ലെൻ മാക്സ്വെൽ എടുത്ത്. ബെൻ ഡോർഷീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭാവന നൽകി. 29 പന്തിൽ ഒരു ഫോറും ഒരു സിക്സും അടക്കം അദ്ദേഹം 19 റൺസ് അടിച്ചു. ഒടുവിൽ ക്യാരി റണ്ണൗട്ടായി. ശ്രേയസ് അയ്യരുടെ ഒരു കിടിലൻ ത്രോയിലായിരുന്നു ആ റണ്ണൗട്ട് വന്നത്. 57 പന്തിൽ നിന്ന് 61 റൺസ്, 8 ഫോറും ഒരു സിക്സറും അടക്കം അദ്ദേഹം അടിക്കുകയുണ്ടായി. ആദം സാംബ 7 റൺസ്, എല്ലിസ് 10 റൺസും അടിച്ചു. തൻവീർ സംഘ 1 റൺസുമായിട്ട് പുറത്താകുന്നു. ഇന്ത്യൻ ബൗളിങ്ങിൽ ഒരിക്കൽ കൂടി ഷമി മികച്ച പ്രകടനം നടത്തി. 10 ഓവറുകളിൽ 48 റൺസ് അദ്ദേഹം 3 വിക്കറ്റ് വീഴ്ത്തി. വരുൺ ചക്രവർത്തിയുടെ പ്രകടനവും എടുത്തു പറയണം. 10 ഓവറിൽ 49 റൺസ് അദ്ദേഹം 2 വിക്കറ്റുകൾ വീഴ്ത്തി. ഹാർദിക് പാണ്ഡ്യയും അക്സർ പട്ടേലും ഓരോ വിക്കറ്റുകൾ വീഴ്ത്തിയപ്പോൾ രവീന്ദ്ര ജഡേജയും 2 വിക്കറ്റുകൾ വീഴ്ത്തിയിട്ട് 8 ഓവറിൽ 40 റൺസിനാണ് അദ്ദേഹം 2 വിക്കറ്റുകൾ വീഴ്ത്തിയത്. എന്തായാലും ഇന്ത്യക്ക് വിജയിക്കാൻ വേണ്ടത് 265 റൺസ്. അതൊരു വമ്പൻ സ്കോറാണ് എന്ന് പറയുന്നില്ല, പക്ഷേ ഒരു പാർ സ്കോർ തന്നെയാണ്. മികച്ച രൂപത്തിൽ ബാറ്റർമാർ തുടക്കമിടേണ്ടതുണ്ട്. അതനുസരിച്ച് ആ മൊമെൻറ്റം കീപ്പ് ചെയ്ത് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ വിജയത്തിലേക്ക് എത്തുകയുള്ളൂ. ഒട്ടും എളുപ്പമല്ല, എന്നാൽ നമുക്ക് അസാധ്യമായതുമല്ല. നമ്മുടെ കുട്ടികൾക്ക് അത് നേടിയെടുക്കാൻ കഴിയട്ടെ. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ എത്താം.